സർവമംഗളകാരുണിയും സർവാർത്ഥ സാധികയും ഇഷ്ടവരദായിനിയും തങ്കത്താൽ പ്രശോഭിതയുമായ വെള്ളനാട് ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ ചരിത്ര പ്രസിദ്ധമായ മീനഭരണി മഹോത്സവത്തിന് കൊടിയേറി. മാർച്ച് 22-ന് സമാപിക്കുന്ന തരത്തിലാണ് ഉത്സവം ക്രമീകരിച്ചിരിക്കുന്നത്. താന്ത്രിക വിധിപ്രകാരമുള്ള വിശേഷൽ പൂജകൾ, അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, തോറ്റംപാട്ട്, പുഷ്പാഭിഷേകം, അന്നദാനം, വിശേഷാൽ വിളക്കുകൾ, ഭഗവതി സേവ, നാഗരൂട്ട്, പൊങ്കാല, വണ്ടിയോട്ടം, ഉരുൾ, താലപ്പൊലി, കുത്തിയോട്ടം, പൂമാല, തൂക്കം തുടങ്ങിയ ഭക്തി നിർഭരമായ ക്ഷേത്ര ചടങ്ങുകളോടുകൂടിയും വൈവിധ്യമാർന്ന കേരള തനിമയാർന്ന കലാരൂപങ്ങളോടുകൂടിയും ഇക്കുറി ആഘോഷിക്കുകയാണ്. ഉത്സവത്തിന്റെ കൂടുതൽ വിശദാംശങ്ങളുമായി ക്ഷേത്ര ട്രസ്റ്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് ഉദയകുമാർ ചേരുന്നു. വെള്ളനാട് ശ്രീ ഭഗവതി ക്ഷേത്ര ട്രസ്റ്റിന്റെ സെക്രട്ടറിയാണ്. എൻ്റെ പേര് അഡ്വക്കേറ്റ് എം എസ് ഉദയകുമാർ. തിരുവനന്തപുരം ജില്ലയിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളൊന്നാണ് വെള്ളനാട് ശ്രീ ഭഗവതി ക്ഷേത്രം. ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവം എന്ന് പറയുന്നത് മീനഭരണിയുമായിട്ട് ബന്ധപ്പെട്ടാണ്. പൂരാടം നാളിൽ തുടങ്ങി മീനഭരണിയിലാണ് അവസാനിക്കുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2-3 ചടങ്ങുകൾ, 3-4 ചടങ്ങുകൾ എന്ന് പറഞ്ഞാൽ പൊങ്കാല, ഓട്ടം, താലപ്പൊലി, ഉരുള് ഇങ്ങനെയാണ്. ഇതിൽ മാർച്ച് 20, 2026 വെള്ളനാടിൻ്റെ പൊങ്കാല. ആറ്റുകാൽ ക്ഷേത്രം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പൊങ്കാല നടക്കാറുള്ളത് വെള്ളനാട് ശ്രീ ഭഗവതി ക്ഷേത്രത്തിലാണ്. പിന്നെ ഉള്ളത് പ്രധാന ചടങ്ങെന്ന് പറയുന്നത് താലപ്പൊലിയും ഓട്ടവുമാണ്. താലപ്പൊലിയും ഓട്ടവും ഈ വരുന്ന 21-ാം തീയതി, മാർച്ച് 21-ാം തീയതി 2026 ഓട്ടം മഹോത്സവമായിട്ടുള്ളത്. അതിന് അത്യപൂർവമായൊരു തിരക്കാണുള്ളത്. താലപ്പൊലി തന്നെ ഏകദേശം 500-600 പേർക്ക് താലപ്പൊലി നേർച്ചക്കാർ ഉണ്ടാവാറുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങെന്ന് പറയുന്നത് തൂക്കമാണ്. കൊല്ലംകോട് ക്ഷേത്രം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കേരളത്തിൽ തൂക്കം നടക്കുന്നത് വെള്ളനാട് ശ്രീ ഭഗവതി ക്ഷേത്രത്തിലാണ്. 22-ാം തീയതിയാണ് തൂക്കം.